മൾട്ടിപ്ലക്സിംഗ് മിനി ടു വൺ ഓർ വൺ ടു മിനി. മൾട്ടിപ്ലക്സിംഗ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അതായത് ഒരൊറ്റ ലിങ്കിലൂടെ ഒരുപാട് സിഗ്നൽസ് ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ടെക്നിക്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലക്സിംഗ്. അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണെന്ത് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ഡാറ്റ ലിങ്കിലൂടെ, ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിഷന് ആവശ്യമായ ഒരു ഫിസിക്കൽ പാത്താണ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഡാറ്റ ലിങ്കിലൂടെ മൾട്ടിപ്പിൾ സിഗ്നൽസ് എന്ത് ചെയ്യാണ്, ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അതിനുപയോഗിക്കുന്ന ടെക്നിക്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന്. ഒരു മൾട്ടിപ്ലക്സ്ഡ് സിസ്റ്റത്തിൽ ഒരൊറ്റ ലിങ്കിൻ്റെ ബാൻഡ് വിഡ്ത്ത് n ലൈൻസിന് ഷെയർ ചെയ്യാൻ സാധിക്കും അല്ലേ? ഒരു ലിങ്കിൻ്റെ ബാൻഡ് വിഡ്ത്ത് തന്നെ n ലൈൻസിന് ഷെയർ ചെയ്യും. എങ്ങനത്തെ സിസ്റ്റം ആണെങ്കിൽ, മൾട്ടിപ്ലക്സ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ. ഒരു മൾട്ടിപ്ലക്സ്ഡ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫോർമാറ്റാണ് ഫിഗറിൽ കാണിക്കുന്നത്. n ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. മൾട്ടിപ്ലക്സറിലേക്ക് കൊടുത്താൽ അതിനെ ഒരൊറ്റ ലിങ്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡീമൾട്ടിപ്ലക്സറിലേക്ക് കൊടുത്ത് ഡീമൾട്ടിപ്ലക്സർ എന്ത് ചെയ്യുന്നു, ആ വൺ ലിങ്കിനെ n ഔട്ട്പുട്ട് ലൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മൾട്ടിപ്ലക്സർ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഡീമൾട്ടിപ്ലക്സർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ഫിഗറിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ലൈൻസ് ഓൺ ലെഫ്റ്റ് ഡയറക്റ്റ് ദ ട്രാൻസ്മിഷൻ സ്ട്രീംസ് ടു എ മൾട്ടിപ്ലക്സർ. അതായത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള n ലൈൻസ് എന്ത് ചെയ്യുന്നു, നേരെ മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുന്നു. മൾട്ടിപ്ലക്സർ എന്ത് ചെയ്യുന്നു, അത് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ സ്ട്രീമാക്കി മാറ്റുന്നു. അത് മിനി ആയിട്ടുണ്ടായിരുന്ന സിഗ്നൽസിനെ വൺ സിഗ്നലായിട്ട് മാറ്റുന്നു. അതാണ് മിനി ടു വൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റിസീവിങ് എൻഡിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്ട്രീമിനെ ഡിമൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു, സ്ട്രീമിനെ കമ്പോണൻറ്റ് ട്രാൻസ്മിഷനായിട്ട്, അതായത് ഡിമൾട്ടിപ്ലക്സർ എന്താണ് ചെയ്യുന്നത്, വൺ ലിങ്ക് വന്നതിനെ മൾട്ടിപ്ലക്സറിൽ നിന്ന് വന്ന ആ ഒരൊറ്റ ലിങ്കിനെ ഡിമൾട്ടിപ്ലക്സർ നേരെ റിവേഴ്സ് ചെയ്യുന്നു. മൾട്ടിപ്ലക്സർ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്യുന്നു. അതായത് n ഔട്ട്പുട്ട് ലൈൻസ് ആയിട്ട് ചെയ്യുന്നു. വൺ ടു മിനി, ഒരൊറ്റ ലിങ്ക് വന്നതിനെ മിനി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വൺ ടു മിനി. മൾട്ടിപ്ലക്സർ ആണെങ്കിൽ മിനി ടു വൺ ആക്കുന്നു. ഡിമൾട്ടിപ്ലക്സർ ആണെങ്കിൽ വൺ ടു മിനി ആക്കുന്നു. അവിടെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞു, ഫിസിക്കൽ പാത്താണ്. ട്രാൻസ്മിഷൻ ആവശ്യമായ ഫിസിക്കൽ പാത്താണ് ലിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ ചാനൽ എന്ന് പറഞ്ഞാൽ ആ ലിങ്കിൻ്റെ ഒരു പോർഷനാണ്. അത് ട്രാൻസ്മിഷൻ ക്യാരി ചെയ്യുന്ന ലിങ്കിൻ്റെ ഒരു പോർഷനെ പറയുന്ന പേരാണ് ചാനൽ എന്ന്. ഓക്കെ, ഒരു ലിങ്കിന് തന്നെ n ചാനൽസ് ഉണ്ടാവും. അത് ഒരു ലിങ്കിന് തന്നെ ഒരുപാട് ചാനൽസ് വരാം. 3 മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സാണ് ബേസിക് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് അത്? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഇങ്ങനെ 3 ബേസിക് മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 2 ടെക്നിക്സ്, അതായത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അനലോഗ് സിഗ്നൽസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മൂന്നാമത്തത്, അതായത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ഡിജിറ്റൽ സിഗ്നൽസിന് വേണ്ടിയിട്ടുമാണ്. ഫ്രീക്വൻസി ഡിവിഷൻ, വേവ് ലെങ്ത് ഡിവിഷൻ, ടൈം ഡിവിഷൻ. ആദ്യത്തെ 2 ഫ്രീക്വൻസി ഡിവിഷനും വേവ് ലെങ്ത് ഡിവിഷനും അനലോഗ് സിഗ്നൽസിന് വേണ്ടിയിട്ടും, മൂന്നാമത്തേതായ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ഡിജിറ്റൽ സിഗ്നൽസിന് വേണ്ടിയിട്ടുമാണ്. ഇതിലോരോന്നും എന്താണ് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കണം. ഇത്രയാണ് ജസ്റ്റ് മൾട്ടിപ്ലക്സിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ.